വധശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് മെറ്റീരിയൽ ഒരു ചില കാരണങ്ങൾ വേണം. അത് കഴിഞ്ഞ് ആ റിവ്യൂവും തള്ളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ, കൊടുക്കുന്ന റിവ്യൂ തള്ളിപ്പോകുന്നു, അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നില്ല, അങ്ങനെ ഉള്ളപ്പോൾ പിന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന് ഈ പ്രതിക്ക് ഒരു ദയാഹർജി കൊടുക്കാം. അതേ ഉള്ളൂ. കാരണം എന്നെ തൂക്കിക്കൊല്ലരുത്, കാരണം എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഇതായതാണെന്നൊക്കെ പറയാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിക്കും എന്ത് വേണമെന്ന്. അപ്പോൾ പ്രസിഡന്റ് ആണ് അതിലെ ഏറ്റവും വലിയ അതോറിറ്റി, തീരുമാനിക്കും. അത് പ്രസിഡന്റ് ദയ അനുവദിക്കുന്നതെന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ വിരളമായിട്ടുള്ള കേസുകളിലേ ഉള്ളൂ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ വരാം. അത് സുപ്രീം കോടതി ചില പ്രസിഡന്റ് ദയ ഗ്രാൻഡ് കൊടുക്കുന്നെങ്കിൽ മാപ്പ് ഇത് കൊടുത്താൽ ഇത് ജീവരയുദ്ധമായിട്ട് മാറും, ഇയാളെ തൂക്കി കൊല്ലേണ്ടതില്ല, ലെസർ ആൾട്ടർനേറ്റീവ് മതി എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അതായി. ഇനി പ്രസിഡന്റ് ദയാഹർജി തള്ളിയാലോ? തള്ളിക്കഴിഞ്ഞാൽ വീണ്ടും ഇയാൾക്ക് സുപ്രീം കോടതി സമീപിക്കാം. കാരണം അതായത് പ്രസിഡന്റ് ശരിയായിട്ട് ഇത് കൺസിഡർ ചെയ്തില്ല, ഒരു സ്പീക്കിംഗ് ഓർഡർ അല്ല, അല്ലെങ്കിൽ ഇന്ന കുഴപ്പങ്ങൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ജുഡീഷ്യൽ റിവ്യൂ ആണത്. ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് പ്രതിക്ക് അവകാശമുണ്ട്. നമസ്കാരം. കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ മരവിപ്പിച്ച, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച പെരുമ്പാവൂരിലെ ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനിയുടെ അരും കൊലപാതകത്തിൽ പുതിയ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ജിഷയുടെ കൊലപാതകി അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഹർജി തീർപ്പാക്കുന്നതുവരെയുള്ള സ്റ്റേജാണ് സുപ്രീം കോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സഞ്ജയ്, ജസ്റ്റിസ് വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് അമീറുൽ ഇസ്ലാമിന്റെ ഈ കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിയുടെ മാനസാന്തര റിപ്പോർട്ട് കൂടി ഹാജരാക്കുവാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 12 ആഴ്ചകൾക്ക് ശേഷം ഈ കേസ് പരിഗണിക്കും എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ കേസിൽ എങ്ങനെയാണ് ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതെന്നും കൊടും ക്രൂരകൃത്യങ്ങളിൽ എങ്ങനെയാണ് ഒരു പ്രതിക്ക് വധശിക്ഷ കിട്ടുന്നത് എന്നുള്ളതുമെല്ലാം മുൻ ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ കൃത്യമായി ഒരു വിശകലനം നടത്തുന്നു. അപൂർവങ്ങളിൽ അത്യപൂർവമായ പെരുമ്പാവൂർ ജിഷ എന്ന നിയമവിദ്യാർത്ഥിനിയുടെ ഈ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ തന്നെ രാജ്യത്തെ തന്നെ നടക്കുന്നതായിരുന്നു. ഈ പ്രതിക്ക്, അതായത് ഈ കൊലപാതകത്തിലെ പ്രധാന പ്രതിയായ ഒരേ ഒരു പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ ഏത് തരത്തിലായിരിക്കും വധശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് ലഭിക്കാൻ സാധ്യത, അഥവാ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക, ഈ ശിക്ഷയുടെ നാൾവഴികളെക്കുറിച്ചും ഇതിൻ്റെ സാങ്കേതിക നിയമ വ്യവഹാരങ്ങളെക്കുറിച്ചുമെല്ലാം ജസ്റ്റിസ് കമാൽ പാഷ കൃത്യമായി തന്നെ പ്രതികരിക്കുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിഷയം ജസ്റ്റിസ് കമാൽ പാഷ വിശദമായി തന്നെ വ്യക്തമാക്കിയത്. ജസ്റ്റിസ് കമാൽ പാഷയുടെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വധശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് മെറ്റീരിയൽ ചില കാരണങ്ങൾ വേണം. അതായത് ബച്ചൻ സിംഗ് കേസ്, അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖമായിട്ടുള്ള കേസ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ച ഒരെണ്ണമാണ്. ആ കേസിൽ പറഞ്ഞേക്കുന്നത് ഒരു ഡെത്ത് സെൻറ്റൻസ്, അതായത് വധശിക്ഷ കൊടുക്കണമെങ്കിൽ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവം ആവണം, എന്നാലേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ കൊലക്കേസുകളും ബ്രൂട്ടലാണ്. നമുക്കെപ്പോഴും ബ്രൂട്ടൽ എന്ന് പറയും, മർഡർ വളരെ ശരിയാണ്. എല്ലാ കൊലക്കേസുകളും കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. മനുഷ്യജീവൻ എടുക്കുക എന്ന് പറയുന്നത് ബ്രൂട്ടലാണ്. പക്ഷെ അതുകൊണ്ടായില്ല, അത് അപൂർവങ്ങളിൽ അത്യപൂർവമാവണം, സാധാരണ ഉണ്ടാകുന്ന ഒരെണ്ണം ആവരുത്. ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഒപ്പീനിയൻ, ഞാൻ ഈ പറയുന്നത് സുപ്രീം കോടതിയുടെ ഒപ്പീനിയൻ അല്ല. സുപ്രീം കോടതിക്ക് വേറെ പല കാഴ്ചപ്പാട് വിധി കാണും. ഞാൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടോ, ഞാൻ സെഷൻസ് ജഡ്ജിയായിട്ടോ ഹൈക്കോടതി ജഡ്ജിയായിട്ടോ ഇരുന്ന ഈ കേസിനകത്ത് ഞാൻ വധശിക്ഷ കൊടുക്കും. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം അതിനകത്ത് ഒന്ന്, ഈ നിസ്സഹായയായ ഈ പെൺകുട്ടി, അതിനാരും സഹായത്തിനില്ല, അത് അടച്ചുറപ്പില്ലാത്ത നല്ല ബലമില്ലാത്തൊരു വീട്ടിൽ കഴിയുകയാണ് കേട്ടോ.
അതിൻ്റെ ആരും വേറെ അടുത്തില്ല, അമ്മയില്ല, ആരുമില്ല ആ സമയത്ത്. അങ്ങനെയുള്ള സമയത്ത് ഇതിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇതിനെ ഇതുപോലെ ചെയ്ത് ബലാത്സംഗം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് മുറിവേൽപ്പിച്ചിട്ട് അതിനെ വളരെ കഷ്ടപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ് അത് ഒന്നത്. അതായത് ഒരു ഗ്രൂസം മർഡർ എന്ന് നമ്മൾ പറയാവുന്ന ഒരു കൊലപാതകമാണ്. പിന്നെ അത് മാത്രമല്ല, കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റി, സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തും പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു കൊലപാതകമൊന്നും സമൂഹ മനസാക്ഷിയൊന്നും ഞെട്ടിക്കത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഒരാളെ ഒന്ന് ബോംബെറിഞ്ഞ് കൊല്ലുന്നു, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു, അതൊന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കത്തൊന്നുമില്ല. കാരണം അവരതിനു വേണ്ടി ഇറങ്ങിപ്പോകുന്നവരാ പലപ്പോഴും. അപ്പം നേരെ മറിച്ച് ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു പെൺകുട്ടി വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരെണ്ണം, അതിലെ ഒരുത്തൻ വന്ന് കയറി, ഇതുപോലെ കയറി അതിക്രമിച്ച് കയറി ഇതിനെ ബലാത്സംഗം ചെയ്യുന്നു, ഇതുപോലെ പരിക്കേൽപ്പിക്കുന്നു, കൊലപ്പെടുത്തുന്നു. വളരെ കാഠിന്യമായുള്ള പരിക്കുകളാണ് ഏൽപ്പിക്കുന്നത്, മുഴുവൻ കഠിനമായ പരിക്കുകൾ ഏൽപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അതൊരു സ്പെഷ്യൽ റീസണാണ്. അപ്പോൾ ഒരു ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെയറസ്റ്റ് എമംഗ് റെയർ ആവണം. ഈ റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് പറയുന്നതിനകത്ത് സ്പെഷ്യൽ റീസൺസ് കാണണം, അതായത് പ്രത്യേക കാരണങ്ങൾ കാണണം അതിന്, എന്നാലേ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രത്യേക കാരണങ്ങളാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്ന പ്രത്യേക കാരണങ്ങൾ. പിന്നെ അതുപോലെ ഇത് മാത്രമല്ല, ഇതിനകത്ത് എന്താ അറിയോ, അതായത് ഈ അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. സാധാരണ ചിലപ്പോൾ ഒരു കൊലപാതകം നടത്തുന്നു, ഒരാൾ ഒരുത്തനെ തന്തയ്ക്ക് വിളിക്കുന്നിരിക്കട്ടെ, അവയെ അങ്ങ് കുത്തിക്കൊല്ലുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു സ്പർ ഓഫ് എ മൂവ്മെന്റ്, അത് സഡൻ ഗ്രേവ് പ്രൊവോക്കേഷൻ ആവത്തില്ല ഇവിടെ, എന്നാലും ഒരു സ്പർ ഓഫ് എ മൂവ്മെന്റിൽ സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഇതങ്ങനല്ല, ഇത് കരുതി കൂട്ടിയാണ്, കത്തിയും കൊണ്ടുവന്നേക്കാണ്. നോക്കുമ്പോൾ എന്താണെന്നറിയോ, അവന് ഇതുപോലെ ഈ സെക്ഷൽ ലസ്റ്റ് അവനത് തീർക്കണം. അവൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ പെൺകുട്ടി, അവൻ നേരത്തെ ഇത് ശ്രദ്ധിച്ച് കാണും. നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടി, നേരെ കയറി ആദ്യം ഇതുപോലെ അതിനെ കീഴ്പ്പെടുത്തി, ഇങ്ങനെയൊക്കെ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞു കൊലപ്പെടുത്തി. അപ്പം ഇത് ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റഡ് മർഡർ ആവും ഇത്. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതും സ്പെഷ്യൽ റീസണാണ്. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യൽ റീസൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ്, ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കേസ്, പിന്നെ ഇവനെന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ക്രിമിനലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തെ കാരണങ്ങൾ റെയറസ്റ്റ് എമംഗ് റെയർ ആവാം. ഞാൻ പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയാൻ കാര്യമുണ്ട്. പലപ്പോഴും ഇത് ഹൈക്കോടതി വരെ ഈ കൺഫർമേഷനിൽ എത്തി നിൽക്കും. അത് കഴിഞ്ഞാൽ ഇനി സുപ്രീം കോടതിയിലേക്ക് ഈ പ്രതിക്ക് പോകാം, SLP കൊടുക്കാം. ആ SLP അഡ്മിറ്റ് ചെയ്തെടുത്ത് അപ്പീലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് SLP അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കും. പക്ഷേ ഇതിനകത്തൊക്കെ അഡ്മിഷൻ കിട്ടും സാധാരണഗതിയിൽ. കാരണം ഹൈക്കോടതിയുടെ വിധിയോടുകൂടിയേ ഇത് വിധിയാവുന്നുള്ളൂ. അതുവരെ ഇത് കൺഫർമേഷൻ കിടക്കല്ലേ. ഇപ്പോൾ കൺഫേംഡായി, യഥാർത്ഥ ജഡ്ജ്മെൻ്റായി, ഇനി അതിന് കൊടുക്കുമ്പോൾ SLP കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അഡ്മിറ്റ് ചെയ്യും, അപ്പീലായിട്ട് എടുക്കും. ആ അപ്പീലിൽ ഇനി തീരുമാനം എടുക്കുമ്പോൾ സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സുപ്രീം കോടതി പലപ്പോഴും പല കേസുകളിലും നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ കേസിലൊക്കെ ഇതിനകത്ത് സുപ്രീം കോടതി ഇത് കൺഫേം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. സാധാരണഗതി സംഭവിക്കാറില്ല, പിന്നെ സംഭവിച്ചുകൂടുന്നില്ല. ഇത് ഈ രീതിയിൽ വിലയിരുത്തിയാൽ മാത്രമേ ഇത് ഇങ്ങനെ ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്, ഇത് കൺഫേം ചെയ്യപ്പെടണം എന്നില്ല പലപ്പോഴും. ഇനി അത് കൺഫേം ചെയ്ത് കിട്ടിയാലും കഴിഞ്ഞാലും, സുപ്രീം കോടതി അത് കൺഫേം ചെയ്താലും പ്രതിക്ക് പിന്നെയും കൊടുക്കാം, റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം. അതുകൂടാതെ അതും തള്ളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് അടുത്ത് ദയാഹർജി കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മാർഗങ്ങൾ. അപ്പോൾ ഇത് ഞാൻ സുപ്രീം കോടതിയിൽ നിന്നൊരു കൺഫർമേഷൻ ഇതിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കിട്ടിയാൽ ഭാഗ്യം, ഇത്രയേ ഉള്ളൂ. ഒരു വിചാരണ കോടതി വധശിക്ഷ ഒരു കേസിൽ കൊടുത്താൽ ആ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ ഫൈനൽ. ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്തെന്നറിയുക, കൺവിക്ഷൻ മാത്രമല്ല, കൺവിക്ഷൻ ആൻഡ് സെന്റൻസ് ആവണം ജഡ്ജ്മെന്റ്. ഇതിപ്പോൾ കൺവിക്ഷൻ, കുറ്റക്കാരനാണെന്ന് കാണുന്നതാണ് കൺവിക്ഷൻ.
യു ആർ ഫൗണ്ട് ഗിൽറ്റി ആൻഡ് യു ആർ കൺവിക്റ്റഡ് എന്ന് പറയുന്നതാണ്. അതാണ് അയാൾ കുറ്റക്കാരനാണെന്ന് കാണുന്നു, അതാണ് കാര്യം, തെളിയുന്നു, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടിരിക്കുന്നു, അതാണ് കൺവിക്ഷൻ. ഈ കൺവിക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ജഡ്ജ്മെന്റ് വേണം, അത് സെന്റൻസ് വേണം, അതായത് ശിക്ഷ. ആ സെന്റൻസും കൂടെ ചേരുമ്പോൾ മാത്രമേ ജഡ്ജ്മെന്റ് പൂർണ്ണമാവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റ് ഈ വധശിക്ഷ കൊടുക്കുന്ന കേസുകളിൽ പൂർണ്ണമാവില്ല. അതിന്റെ കാരണം എന്താ അറിയോ? ഈ വധശിക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു കൺഫർമേഷൻ ബൈ ദ ഹൈക്കോർട്ടാണ്. അതായത് ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രമേ ഈ ഡെത്ത് സെന്റൻസിന്റെ വില വരുന്നുള്ളൂ. കൊടുക്കും, പക്ഷേ അത് കൺഫേം ചെയ്താൽ മാത്രമേ അത് ഡെത്ത് സെന്റൻസും ആയിട്ട് മാറുന്നുള്ളൂ. അന്നേരമേ ഒരു ജഡ്ജ്മെന്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അയാൾ പ്രതി അതിന്റെ മേളിൽ ഈ കൺഫേം ചെയ്ത് എൻ്റെ മേളിൽ ഒരു SLP കൊടുത്താൽ സാധാരണ ഗതി സുപ്രീം കോടതി എടുക്കണം. കാരണം എന്താണെന്ന് അറിയാവും, യഥാർത്ഥത്തിൽ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റാണ്. ജഡ്ജ്മെന്റ് ഫൈനലാവുന്നത് ഫൈനലായത് ഹൈക്കോടതിയുടെ തീരുമാനത്തോടു കൂടിയാണ്. അതുവരെ ജഡ്ജ്മെന്റിന് വിലയില്ല. കൺവിക്ഷന് മാത്രമേ വിലയുള്ളൂ. കൺവിക്ട് ചെയ്തു, തീർന്നു. ഹൈക്കോടതി ഇത് കൺഫേം ചെയ്യുന്നില്ലെങ്കിൽ ഇത് നേരെ അടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം തടവിലേക്കോ പിഴയിലേക്കോ പോവും. അതും പിഴയും ആയിട്ട് മാറും. അല്ലെങ്കിൽ കൺഫേം ചെയ്താൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി വരുള്ളൂ. ഇനി ഇത് കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, കൺഫേം ചെയ്തു, ഈ കേസിനകത്ത് കൺഫേം ചെയ്തു, അയാളെ അതായത് DRനകത്ത് ഡെത്ത് റഫറൻസിനകത്ത് കൺഫേം ചെയ്തു, പ്രതിയുടെ അപ്പീൽ തള്ളി. ഇനി പ്രതിയുടെ മാർഗം എന്ന് പറയുന്നത് ഇതിനകത്ത് വീണ്ടും നടപടിക്രമം എന്ന് പറയുന്നത് എളുപ്പമൊന്നും ഇയാളെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റത്തില്ല. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് അടുത്ത പ്രതിക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SLP കൊടുക്കാം. സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ്, ക്രിമിനൽ സൈഡിൽ സുപ്രീം കോടതിയിൽ കൊടുക്കാം. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ലീവ്, അതായത് നേരിട്ടങ്ങ് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. അത് പക്ഷേ എന്നിട്ട് അപ്പോൾ അതിനകത്ത് പ്രോസിക്യൂഷന്, അതായത് സർക്കാരിന് നോട്ടീസ് കൊടുക്കും സുപ്രീം കോടതി. കൊടുത്തതിന് ശേഷം വാദം കേട്ടിട്ടാണ് ഇത് ഈ SLP, അതായത് ലീവ് വെദർ ലീവ് ഹാസ് ടു ബി ഗ്രാൻഡഡ് ഓർ നോട്ട്, ലീവ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. ലീവ് കൊടുത്തെന്നിരിക്കട്ടെ, ലീവ് കൊടുത്താൽ അത് ക്രിമിനൽ അപ്പീലായിട്ട് മാറി, സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള ക്രിമിനൽ അപ്പീലായിട്ട് മാറി. ഈ അപ്പീല് അവിടെ വീണ്ടും ഇതേപോലെ വാദം കേൾക്കും. അതിനകത്ത് പ്രതിയുടെ വക്കീലിന് എൻ്റെ അപ്പലൻ്റാണ് പ്രതിയുടെ വക്കീൽ, അതേപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ്റെ പ്രോസിക്യൂഷന് വേണ്ടി ഉള്ള ആള് അപ്പിയർ ചെയ്യാം. പിന്നെ വേറെ ഈ വിക്ടിമിന്, അതായത് ഇപ്പോൾ വിക്ടിം എന്ന് പറയുന്നത് മദർ, ഇതിന് വിക്ടിമിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അല്ലെ സഹോദരിയുണ്ട്, ഇവർക്കാർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും അവിടെ അപ്പിയർ ചെയ്യാം. ആ രീതിയിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ അത് വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഇത് വീണ്ടും ഈ വിധി കൺഫേം ചെയ്യുകയാണെങ്കിൽ അവിടെ തീരുകയാണ് കാര്യം, നടപടിക്രമങ്ങൾ സുപ്രീം കോടതി കൺഫേം ചെയ്തു. ഇനി സുപ്രീം കോടതി കൺഫേം ചെയ്തില്ലെങ്കിൽ പിന്നുള്ളത് സുപ്രീം കോടതി തന്നെ ജീവപര്യന്തം തടവായിട്ടും അതുപോലെ അതിനോടൊപ്പം പിഴയായിട്ടും ഇത് മാറ്റും, ശിക്ഷ മാറ്റും. ഇനി അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതാണ് ശിക്ഷ. ഇനി ഡെത്ത് സെന്റൻസ് കൺഫേം ചെയ്തു സുപ്രീം കോടതി കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, പ്രതിയുടെ അപ്പീൽ തള്ളുന്നു, അതനുസരിച്ച് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പിന്നുള്ള മാർഗം എന്ന് പറയുന്നത് പ്രതിക്ക് ഒരു റിവ്യൂ കൊടുക്കാൻ വേണം. ഇതൊന്ന് റിവ്യൂ ചെയ്യാൻ പറയാം. പക്ഷെ അത് വലിയ ഒരു സ്കോപ്പ് അതിനില്ല സാധാരണഗതിയിൽ. അത് കഴിഞ്ഞ് ആ റിവ്യൂവും തള്ളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ, കൊടുക്കുന്ന റിവ്യൂ തള്ളിപ്പോകുന്നു, അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന് ഈ പ്രതിക്ക് ഒരു ദയാഹർജി കൊടുക്കാം. അതേ ഉള്ളൂ. കാരണം എന്നെ തൂക്കിക്കൊല്ലരുത്, കാരണം എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഇതായതാണെന്നൊക്കെ പറയാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിക്കും എന്ത് വേണമെന്ന്. അപ്പോൾ പ്രസിഡന്റ് ആണ് അതിലെ ഏറ്റവും വലിയ അതോറിറ്റി, തീരുമാനിക്കും. അത് പ്രസിഡന്റ് ദയ അനുവദിക്കുന്നതെന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ വിരളമായിട്ടുള്ള കേസുകളിലേ ഉള്ളൂ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ വരാം. അത് സുപ്രീം കോടതി പ്രസിഡന്റ് ദയ ഗ്രാൻഡ് കൊടുക്കുന്നെങ്കിൽ മാപ്പ് ഇത് കൊടുത്താൽ ഇത് ജീവപര്യന്തമായിട്ട് മാറും, ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതില്ല, ലെസർ ആൾട്ടർനേറ്റീവ് മതി എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അതായി. ഇനി പ്രസിഡന്റ് ദയാഹർജി
തള്ളിക്കഴിഞ്ഞാൽ വീണ്ടും ഇയാൾക്ക് സുപ്രീം കോടതി സമീപിക്കാം. കാരണം അതായത് പ്രസിഡന്റ് ശരിയായിട്ട് ഇത് കൺസിഡർ ചെയ്തില്ല, ഒരു സ്പീക്കിംഗ് ഓർഡർ അല്ല, അല്ലെങ്കിൽ ഇന്ന കുഴപ്പങ്ങൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, അതിനകത്ത് ജുഡീഷ്യൽ റിവ്യൂ ആണത്. ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് പ്രതിക്ക് അവകാശമുണ്ട്, അത് ചെയ്യാവുന്നതാണ്. ആ ജുഡീഷ്യൽ റിവ്യൂ എന്ന് ഒരു റൈറ്റാണ്. ആ ജുഡീഷ്യൽ റിവ്യൂ അത് സുപ്രീം കോടതി അത് തള്ളിക്കഴിഞ്ഞാൽ, അതായത് പിന്നെ പ്രസിഡന്റ് തീരുമാനങ്ങളിൽ സാധാരണഗതിയിൽ ജുഡീഷ്യൽ റിവ്യൂ എടുക്കാറില്ല, എടുത്ത് വന്നു കഴിഞ്ഞാലും അത് വലിയ നിലനിൽപ്പൊന്നും കിട്ടാറില്ല, അങ്ങനെ വരും. അത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇയാളെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ വധശിക്ഷ എന്ന് പറയുന്നത് മരിക്കുന്നവരെ തൂക്കിക്കൊല്ലുകയാണെന്നാണ്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതായത് ഹീ ഈസ് അതായത് ഹീസ് ഹാങ്ഡ് ബൈ ദ നെക്ക് അണ്ടിൽ ഹീസ് ഡെഡ് എന്നാണ്. അപ്പോൾ അതായത് മരണം വരെ ഇളത്തൂക്കിലിടുക എന്നുള്ളതാണ് അതിനകത്തെ ശിക്ഷ. ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ.